നമസ്കാരം. ഇത് ദ ഇന്ത്യൻ. ഇന്ത്യയുടെ വ്യോമയാന പ്രതിരോധ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന അഞ്ചാം തലമുറ യുദ്ധവിമാന പദ്ധതിയായ AMCA അഥവാ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് എഞ്ചിൻ നിർമ്മാണ കരാറിനായിട്ടുള്ള ആഗോള മത്സരം മുറുകുകയാണ്. ലോകത്തിലെ ഏറ്റവും നൂതനവും സങ്കീർണവുമായ യുദ്ധവിമാന പ്രൊപ്പൽഷൻ പദ്ധതികളിലുള്ള തങ്ങളുടെ സമാനതകളില്ലാത്ത പരിചയസമ്പത്ത് മുൻനിർത്തി ബ്രിട്ടീഷ് കമ്പനിയായ റോൾസ് റോയ്സ് ഈ രംഗത്ത് പിടിമുറുക്കാൻ ശ്രമിക്കുകയാണ്. ഫ്രാൻസിന്റെ പ്രമുഖ പ്രതിരോധ കമ്പനിയായ സഫ്രാൻ ഇതേ കരാറിനായി ശക്തമായി രംഗത്തുള്ളപ്പോഴാണ് റോൾസ് റോയ്സിന്റെ ഈ നീക്കം. അഞ്ചാം തലമുറ പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യയിലുള്ള കമ്പനിയുടെ ആഗോള യോഗ്യതകളെ റോൾസ് റോയ്സ് ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ശശി മുകുന്ദൻ അടുത്തിടെ എടുത്തു പറഞ്ഞിരുന്നു. വെറുമൊരു എഞ്ചിൻ നിർമ്മാതാക്കൾ എന്നതിനപ്പുറം ഇന്ത്യയുടെ ദീർഘകാല വ്യോമയാന ലക്ഷ്യങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടുന്ന സവിശേഷമായ വൈദഗ്ധ്യം തങ്ങൾക്കുണ്ടെന്നാണ് റോൾസ് റോയ്സ് വ്യക്തമാക്കുന്നത്. അമേരിക്കൻ പ്രതിരോധ ഭീമന്മാരായ ലോക്ഹീഡ് മാർട്ടിൻ്റെ F-35B ലൈറ്റ്നിംഗ് II വിമാനത്തിൻ്റെ പ്രൊപ്പൽഷൻ സിസ്റ്റത്തിൽ തങ്ങൾക്കുള്ള നിർണായക പങ്കാണ് റോൾസ് റോയ്സ് പ്രധാനമായും ഉയർത്തിക്കാട്ടുന്നത്. നിലവിൽ ലോകത്തിൽ പ്രവർത്തനക്ഷമമായ ഏക ഷോർട്ട് ടേക്ക് ഓഫ് ആൻഡ് വെർട്ടിക്കൽ ലാൻഡിംഗ് സ്റ്റെൽസ് യുദ്ധവിമാനമാണിത്. അതായത് കുത്തിനെ ഇറങ്ങാനും ചെറിയ റൺവേയിൽ നിന്ന് പറന്നുയരാനുമുള്ള കഴിവാണ് ഈ സംവിധാനം. ഈ വിമാനത്തിൻ്റെ പ്രധാന എഞ്ചിൻ പ്രാറ്റ് വിറ്റ്നി F-135 ആണെങ്കിലും F-35Bക്ക് വായുവിൽ നിശ്ചലമായി നിൽക്കാനും കുത്തിനെ ലാൻഡ് ചെയ്യാനും സാധ്യമാക്കുന്ന നിർണായകമായ ലിഫ്റ്റ് സിസ്റ്റം സാങ്കേതികവിദ്യ രൂപകൽപ്പന ചെയ്തതും നിർമ്മിച്ചതും റോൾസ് റോയ്സ് ആണ്. കുത്തിനെയുള്ള പറക്കൽ സമയത്ത് ഈ സിസ്റ്റത്തിലെ ലിഫ്റ്റ് ഫാനിലേക്ക് 29,000 ഷാഫ്റ്റ് ഹോഴ്സ് പവർ കരുത്താണ് എഞ്ചിന് കൈമാറുന്നത്. വായുവിൽ നിൽക്കുമ്പോൾ വിമാനത്തിന് സന്തുലിതാവസ്ഥ നൽകാൻ ചിറകുകൾക്ക് താഴെയുള്ള റോൾ പോസ്റ്റുകളും 3 ബെയറിംഗ് സ്വിവൽ മൊഡ്യൂളും റോൾസ് റോയ്സിന്റെ സാങ്കേതിക മികവാണ്. ഇത്തരത്തിൽ ഇതുവരെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സങ്കീർണമായ ഈ പ്രൊപ്പൽഷൻ സിസ്റ്റം കൈകാര്യം ചെയ്ത പരിചയം ഇന്ത്യയിലെ പദ്ധതിക്ക് മുതൽക്കൂട്ടാകുമെന്നാണ് കമ്പനിയുടെ വാദം. തങ്ങളുടെ ഈ പരിചയസമ്പത്തിലേക്ക് ശ്രദ്ധ ആകർഷിക്കുന്നതിലൂടെ ഒരു പരമ്പരാഗത എഞ്ചിൻ നിർമ്മാതാവ് എന്നതിലുപരിയായി ഒരു പങ്കാളിയാകാനാണ് റോൾസ് റോയ്സ് ശ്രമിക്കുന്നത്. അഡ്വാൻസ്ഡ് പ്രൊപ്പൽഷൻ ആർക്കിടെക്ചറുകൾ, ഇൻ്റഗ്രേറ്റഡ് പവർ സിസ്റ്റം, പുതുതലമുറ എയ്റോസ്പേസ് സാങ്കേതിക വിദ്യകൾ എന്നിവയിലുള്ള തങ്ങളുടെ വൈദഗ്ധ്യത്തിനാണ് കമ്പനി ഊന്നൽ നൽകുന്നത്. ഭാവിയിൽ AMCക്ക് പുറമെ ഇന്ത്യയുടെ മറ്റു പ്രതിരോധ പദ്ധതികൾ കൂടി പിന്തുണ നൽകാൻ ഈ സാങ്കേതിക വിദ്യകൾക്ക് സാധിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഒരു അഞ്ചാം തലമുറ സ്റ്റെൽത്ത് വിമാനത്തിന് വേണ്ടിയുള്ള പ്രൊപ്പൽഷൻ സിസ്റ്റം വികസിപ്പിക്കുന്നതിന് സാധാരണ ജെറ്റ് എഞ്ചിനുകൾക്കപ്പുറമുള്ള സാങ്കേതിക വൈദഗ്ധ്യം ആവശ്യമാണ്. അഡ്വാൻസ് തെർമൽ മാനേജ്മെൻറ്റ്, പവർ ട്രാൻസ്ഫർ സിസ്റ്റങ്ങൾ, ഉയർന്ന ശേഷിയുള്ള ആധുനിക വസ്തുക്കൾ, ആധുനിക ഡിജിറ്റൽ നിയന്ത്രണങ്ങൾ, സങ്കീർണമായ ഫ്ലൈറ്റ് സിസ്റ്റങ്ങളുമായിട്ടുള്ള സംയോജനം എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. അതേസമയം കമ്പനിയുടെ നിർദ്ദേശങ്ങളെ ഇന്ത്യ ഗൗരവമായി തന്നെ വിലയിരുത്തി വരികയാണ്. സാങ്കേതിക വിദ്യ കൈമാറ്റം, പൂർണ്ണമായ ഇന്ത്യൻ ഉടമസ്ഥത, രാജ്യത്തിനകത്ത് തന്നെ ഒരു പുതിയ പ്രൊപ്പൽഷൻ ഇക്കോസിസ്റ്റം സൃഷ്ടിക്കൽ എന്നിവ ഉൾപ്പെടുന്ന പങ്കാളിത്തമാണ് റോൾസ് റോയ്സ് ഇന്ത്യക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത്. കൂടാതെ ഇന്ത്യക്കായി നിർദ്ദേശിക്കുന്ന എഞ്ചിൻ ആർക്കിടെക്ചറിന് ഭാവിയിൽ 120 കിലോ ന്യൂട്ടനും അപ്പുറത്തേക്ക് ശേഷി വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നും അത് നാവിക വ്യോമയാന മേഖലകളിലെ ആവശ്യങ്ങൾക്ക് വരെ ഉപയോഗിക്കാൻ കഴിയുമെന്നും കമ്പനി വ്യക്തമാക്കുന്നു. ഇതേ പ്രോഗ്രാമിനായി ഫ്രാൻസിൻ്റെ സഫ്രാൻ കമ്പനി കടുത്ത മത്സരവുമായി രംഗത്തുണ്ട്. ഉയർന്ന ശേഷിയുള്ള ഒരു എഞ്ചിൻ നൽകുന്നതിനൊപ്പം ദീർഘകാല അടിസ്ഥാനത്തിൽ ഇന്ത്യക്ക് സ്വന്തമായി പ്രൊപ്പൽഷൻ ശേഷി കൈവരിക്കാൻ ആവശ്യമായ സാങ്കേതിക അടിത്തറ ഒരുക്കാനും തങ്ങൾക്ക് സാധിക്കുമെന്ന് ഇന്ത്യയെ ബോധ്യപ്പെടുത്താനാണ് ഇരു കമ്പനികളും ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പ്രാധാന്യം AMCA പ്രൊജക്ടിന് മാത്രം പരിമിതമല്ല. പൂർണ്ണമായും സ്വയം പര്യാപ്തത ഇനിയും കൈവരിക്കാൻ സാധിക്കാത്ത ചുരുക്കം ചില നിർണായക വ്യോമയാന സാങ്കേതിക വിദ്യകളിൽ ഒന്നാണ് അത്യാധുനിക യുദ്ധവിമാന എഞ്ചിനുകൾ. ഈ സാങ്കേതിക വിടവ് എത്രയും വേഗം നികത്താനും ഉയർന്ന ശേഷിയുള്ള സൈനിക പ്രൊപ്പൽഷൻ സിസ്റ്റങ്ങൾ സ്വന്തമായി രൂപകൽപ്പന ചെയ്യാനും വികസിപ്പിക്കാനുമുള്ള സ്വതന്ത്രമായ ശേഷി കൈവരിക്കാനും ഇന്ത്യയെ എങ്ങനെ സഹായിക്കുമെന്ന് നിശ്ചയിക്കുന്നതിൽ AMCA എഞ്ചിൻ പ്രോഗ്രാമിലേക്ക് തിരഞ്ഞെടുക്കുന്ന പങ്കാളിക്ക് നിർണായക പങ്ക് വഹിക്കാനാകും. F-35B വിമാനത്തിൻ്റെ ലിഫ്റ്റ് സിസ്റ്റം ഒരു പരമ്പരാഗത യുദ്ധവിമാന എഞ്ചിനിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണെങ്കിലും നിലവിൽ സേവനത്തിലുള്ള ഏറ്റവും നൂതനമായ അഞ്ചാം തലമുറ പ്രൊപ്പൽഷൻ ഇക്കോസിസ്റ്റത്തിൽ ഒന്നിൽ പങ്കാളിയാകാൻ കഴിഞ്ഞു എന്നത് റോൾസ് റോയ്സിന് വലിയ മേൽക്കൈ നൽകുന്നുണ്ട്. ഈ പരിചയസമ്പത്തും അതോടൊപ്പം ഇന്ത്യയുമായി എല്ലാ മേഖലകളിലും പൂർണ്ണ സഹകരണത്തിനായിട്ടുള്ള തങ്ങളുടെ നിർദ്ദേശവും സമന്വയിപ്പിച്ചുകൊണ്ടാണ് റോൾസ് റോയ്സ് പ്രചാരണം നടത്തുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും തന്ത്രപ്രധാനമായ വ്യോമയാന പങ്കാളിത്തങ്ങളിലൊന്നായി മാറിയേക്കാവുന്ന ഈ കരാറിൽ എന്താണ് രാജ്യത്തിൻ്റെ തീരുമാനമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്.